എൻ്റെ പേര് മേഴ്സി. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ അണക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 4/8/2019 അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മാസവും മുടങ്ങാതെ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്നു പോകുന്നുണ്ട്. ഉടമ്പടി 12 തവണ ഇന്ന് ഞാൻ പുതുക്കി. അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് രാജേഷ്, ഇതിൻ്റെ മക്കൾ അലിൻഡ, അന്ന. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് സ്പോർട്സിലും ഒക്കെ നന്നായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു തവണ സ്പോർട്സിൽ അവൾക്ക് എ ഗ്രേഡോടുകൂടി കയറാൻ പറ്റി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന പിറ്റേ വർഷം അവൾ സ്പോർട്സിന് ചെന്ന് കഴിഞ്ഞപ്പോൾ 100 മീറ്റർ പോലും അവൾക്ക് ഓടാൻ പറ്റിയില്ല. നമ്മുടെ കോവിഡിൻ്റെ വാക്സിനോ എന്തിൻ്റെയോ ഒക്കെ ഇതുകൊണ്ട് അവൾക്ക് ശ്വാസമുട്ടൽ പോലെ വന്നു. ആ വർഷം തന്നെ സഹോദരിക്ക് അടിമാലിയിൽ സ്കൂളിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ കയറി തീർന്ന വട്ടം തന്നെ പോലീസ് ജീപ്പിൽ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോഴേ ഞാൻ പിറ്റേ തവണ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അടുത്ത വർഷം കളിക്കുക എന്നുള്ളതല്ല, ഈ അസുഖം മാറി തരണം മാതാവേ. ഇതെന്താണെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ബൈബിളിൽ ആ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കുഞ്ഞിൻ്റെ അസുഖം മാറിത്തരണം മാതാവേന്ന്. അതുപോലെ തന്നെ പിറ്റേ വർഷം സ്കൂളിൽ ആനുവൽ ഡേക്കാണെങ്കിലും സഹോദരിക്കാണെങ്കിലും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് അവളെ നടത്തിക്കൊണ്ട് പോയി. എല്ലാ ദിവസവും ഞാൻ തൈലം തേച്ച് സ്കൂളിൽ പോകുമ്പോൾ തൈലം തേച്ച് കൊടുത്തു വിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത് ഇളയാൾക്ക് തന്നെ തലയിൽ ഫംഗസ് പോലെ വന്നിട്ട് തലയിൽ വട്ടം ഇങ്ങനെ മുടി പോകുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഫംഗലിൻ്റെ ഇതാണെന്ന് പറഞ്ഞു. എത്ര മരുന്ന് കഴിച്ചാലും അപ്പം മാറും, പിന്നീട് അത് മാറുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഞാൻ എല്ലാ ദിവസവും തലയിൽ തേച്ച് കൊടുത്ത് ഇപ്പോഴവിടെ നന്നായിട്ട് മുടി വരികയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പം മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അടുത്ത എൻ്റെ മൂത്ത മകൾ 4.5 വർഷമായിട്ട് അവൾക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് 1 വരെ ആൾ നന്നായിട്ട് പഠിക്കും, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. +2 സ്കൂളിൽ അണക്കര മോൺഫോർട്ട് സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്, നന്നായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ +2 കയറിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ മറ്റ് പരിപാടികൾക്കൊന്നും പോകരുത്, ഈ വർഷം +2 അപ്പോൾ അവിടെ ആഗ്രഹം CAക്ക് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് മറ്റ് പ്രോഗ്രാമിനൊന്നും ചെന്ന് ചേരരുതെന്ന് അവളോട് പറഞ്ഞിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് പറയാം, അവൾ ആ വർഷത്തെ സ്കൂൾ ലീഡറായി, പള്ളിയിൽ SMIMൻ്റെ സെക്രട്ടറി ആയി. പക്ഷേ എനിക്കിതൊന്നും അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നില്ല, വിഷമം തന്നെയായിരുന്നു. കാര്യം പഠിത്തത്തിലേക്ക് ഇവൾ പുറകോട്ട് പോകുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ സൈൻ ചെയ്യാൻ ചെന്നപ്പോൾ നന്നായിട്ട് തന്നെ ടീച്ചർമാരൊക്കെ പറഞ്ഞു കൂടെ തന്നെ മാത്സിൻ്റെ സാർ എന്നോട് പറഞ്ഞു, ചേച്ചി ടീച്ചേഴ്സ് ഡേക്ക് അവൾ നന്നായിട്ട് ആ വർക്ക് കോർഡിനേറ്റ് ചെയ്തു. അവൾ സ്കൂൾ ലീഡർ ആയതുകൊണ്ട് ആ പ്രോഗ്രാം അവളായിരുന്നു കോർഡിനേറ്റ് ചെയ്യേണ്ടിരുന്നത്. നന്നായിട്ട് അവൾ കോർഡിനേറ്റ് ചെയ്തു. അവളുടെ 1 മാസത്തെ ക്ലാസ് പോയെങ്കിലും സാരമില്ല, ഞാൻ അവൾക്ക് ആ പോയ ക്ലാസ് ഞാൻ എടുത്തു കൊടുത്തോളാമെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൾ 1 മാസമായിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ടായിരുന്നില്ല, ഈ കോർഡിനേഷനുമായിട്ട് നടക്കുകയായിരുന്നത്. ടീച്ചർമാരൊക്കെ നല്ലതാണ് പറയുന്നത്, അവൾ പഠിച്ചെടുത്തോളം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സന്തോഷമില്ലാതെ തന്നെയാണ് ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങിപ്പോയത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു പരിപാടിക്കും പോയി അന്ന് ചേരരുത് എന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഇദ്ദേഹം ആ ഒരു വർഷം എല്ലാ പരിപാടിക്കും പോയി ചേർന്നല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് വന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാം വന്നപ്പം ആൾക്ക് നല്ല വയറുവേദന. ഈ വയറുവേദന തുടങ്ങിയത് 4.5 വർഷമായിട്ട് ഈ വയറുവേദനയുണ്ട്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലായതുകൊണ്ട് തന്നെ നല്ല ആശുപത്രികളൊന്നും അവിടെ ഇല്ല. ഏതാശുപത്രിയിൽ ചെന്നാലും ഒന്നെങ്കിൽ ഗ്യാസിൻ്റേതാണെന്ന് പറയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റ് വലിയ കുഴപ്പങ്ങളൊന്നും ഡോക്ടർമാർ പറയില്ല. പെയിൻ കില്ലർ കൊടുത്ത് ഗ്യാസിൻ്റെ ഗുളിക കൊടുത്ത് പറഞ്ഞു വിടും. ഈ കറക്റ്റ് മോഡൽ എക്സാം ആകുന്ന സമയത്ത് മാത്സിൻ്റെ എക്സാമിൻ്റെ അന്ന് തന്നെ ഇവൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിപ്പോൾ പറഞ്ഞു, എന്നെ കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല വയറുവേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ തന്നെ പാല മെഡിസിറ്റിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അപ്പൻഡീസിൻ്റെ ആണ്, അല്ലാന്ന് തലേ ദിവസം പോയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ പെയിൻ കില്ലർ കൊടുക്കുന്ന അവിടെ ഏതെങ്കിലും ഒരു ആശുപത്രി പോവുകയാണ് പതിവ്. പക്ഷെ അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പോയിരുന്നു. ഇവൾ എവിടെയെങ്കിലും മാറി പഠിക്കാൻ പോകുമ്പോൾ ഈ
പെയിൻ കില്ലർ കൊണ്ടും പറ്റില്ലല്ലോ, ഹോമിയോ എന്തെങ്കിലും ആണെങ്കിൽ മാറിപ്പോയിക്കോളൂല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോമിയോ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഏതായാലും പെയിൻ കില്ലർ ഒന്നും കൊടുത്തില്ല, ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കൊടുത്തു. ഗ്യാസ് മാറിപ്പോയി. പിറ്റേ ദിവസം കൊച്ചിനെ എഴുന്നേക്കാൻ പറ്റാത്ത വയറുവേദന. അവിടുന്ന് മെഡിസിറ്റിയിലേക്ക് പോയി. മെഡിസിറ്റി ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അപ്പൻഡീസാണ്. അന്നേരം ഞങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൻഡീസ് പൊട്ടാതെ ആ ദിവസം, അത് ശനിയാഴ്ച ആയിരുന്നു, പിറ്റേ ദിവസം ഞായറാഴ്ച ഡോക്ടർ സർജറി ചെയ്ത് അത് മാറിക്കിട്ടി. പക്ഷേ പിറ്റേ 2 ദിവസത്തിന് ശേഷം ഇവർക്ക് ആനുവൽ ഡേ ആണ്. സ്കൂൾ ലീഡർ ആയതുകൊണ്ട് ഇവൾക്ക് അവിടെ എത്തേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്ന്, ഞങ്ങൾ ഈ ആനുവൽ ഡേ കഴിഞ്ഞ് വന്ന് സർജറി ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല. നിങ്ങൾ അണക്കര വരെ എത്തില്ല, അതിന് മുമ്പ് ഈ സാധനം പൊട്ടും, അതുകൊണ്ട് നിന്നെ ഞാൻ വിടാം, നീ ആനുവൽ ഡേക്ക് മുന്നേ നിന്നെ ഞാൻ വിടാമെന്ന് പറഞ്ഞ് ആനുവൽ ഡേക്ക് മുന്നേ ഡോക്ടർ അത് സർജറി ചെയ്ത് വിടുകയും കൊച്ചിനെ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എക്സാം എഴുതാനും സാധിച്ചു. അപ്പോൾ പിന്നീടുണ്ടായ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് CAക്ക് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് അവൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ഒരു കോളേജിനെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ 3ാമത്തെ റാങ്കിലുള്ള കോളേജാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടേക്ക് എങ്ങനെ എത്തപ്പെടുമെന്ന് നമുക്കൊരു മെറിറ്റും ഇല്ല. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ ചെയ്യുക, എങ്ങനെ അഡ്മിഷൻ എടുക്കണമെന്നൊരു ABCD പോലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ തന്നെ എൻ്റെ ഒരു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങളിതുപോലെ അലിൻഡായുടെ അഡ്മിഷനുമായിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ കോളേജിലേക്ക് ചെല്ലുന്നു, പ്രിൻസിപ്പാളിനെ കാണുന്നു, അഡ്മിഷൻ എടുക്കുന്നു, അങ്ങനെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അവിടെ പോയി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പോലും നമുക്ക് അന്ന് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ചേച്ചിയോട് പോകുകയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിന് പറഞ്ഞു, നമ്മുടെ പള്ളിയിലുള്ള കൊച്ചച്ഛൻ ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ ആ കൊച്ചച്ഛൻ്റെ നമ്പർ തരികയും കൊച്ചച്ഛനെ ഞങ്ങൾ വിളിച്ച് ധർമ്മരാം ഇടവകയിൽ ഞങ്ങൾക്കൊരു റൂം റെഡിയാക്കി തരികയും ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മറ്റൊരു പ്രോബ്ലം അറിയുന്നത്. നമുക്ക് ആ കോളേജിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആ കോളേജിലെ എന്തെങ്കിലും ഒരു ഐഡൻറ്റി കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടാവണം. നമുക്കല്ലാതെ ഒരു രക്ഷയില്ല. ഞങ്ങളിവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ച് 10-15,000 രൂപ മുടക്കിയാണ് ആ ബാംഗ്ലൂർ ചെല്ലുന്നത്. ഒന്നും പറ്റത്തില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ നമ്മുടെ അച്ഛൻ അവിടെ ഉണ്ടായിരിക്കുകയും അച്ഛൻ ഞങ്ങളെ അതുവഴിയെല്ലാം കയറ്റി ആ കോളേജിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. പക്ഷേ എങ്കിലും അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അഡ്മിഷൻ ഓൺലൈൻ വഴി മാത്രമാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അഡ്മിഷൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിഷമിച്ച് ഇവിടെ വന്ന് ഞാൻ ഉറങ്ങിയ സമയത്ത് മാതാവ് 27 ഒരു ഡേറ്റ് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഈ പിള്ളേരോട് എഴുന്നേറ്റ് വന്നിച്ച് ഞാൻ പറഞ്ഞു, മാതാവ് 27 പറയുന്നൊരു ഡേറ്റ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളത് എഴുതി വെച്ചോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ പിന്നീട് ഇവർ പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ജനുവരി പോയി, ഫെബ്രുവരി പോയി, നമുക്ക് ആ കോളേജിൻ്റെ ആ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. മാർച്ച് മാസം ഈ അച്ഛൻ തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ആ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ചേച്ചി ഒന്ന് അക്ഷയായി പോയി ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അക്ഷയായി ചെന്നു. അക്ഷയായി ചെന്നപ്പോൾ ആദ്യത്തെ സൈറ്റ് ഓപ്പണായി. ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റ് കിട്ടിയത് ഒരു 7-ാം തീയതിയാണ്. ഇവൾക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നത് അടുത്ത മാസം 17-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ടാണ് ഈ ഡേറ്റ് 2 ഞാൻ നോക്കുമ്പോൾ ഒരു 7. ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് ഒരു 27-ാം തീയതി. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, കണ്ടോ മക്കൾ, ഇതാണ് മാതാവ് കാണിച്ചു തന്ന 27-ാം തീയതി എന്ന് പറഞ്ഞു. റിട്ടേൺ ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ നടന്നു. അതിനുശേഷം സെൻട്രൽ ക്യാമ്പസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. യശ്വന്തപുരം ക്യാമ്പസിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടുന്നത് ഏപ്രിൽ 27-ാം തീയതി ആയിരുന്നു അഡ്മിഷൻ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. അതിനുശേഷം മെയ് മാസം 27-ാം തീയതി ഞങ്ങളോട് പേരൻസിനോട് അവിടെ ചെല്ലാൻ പറയുകയും ഞങ്ങളവിടെ ചെന്ന് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യുകയും ചെയ്തു. ജൂൺ 27-ാം തീയതി കൊച്ചിനെ ക്ലാസ് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ മാതാവ് കാണിച്ചു തന്ന 27 എന്നുള്ള ഡേറ്റിൽ തന്നെ എല്ലാം നടക്കുകയും ചെയ്തു. ഇനി അവൾക്ക് +2 കിട്ടിയ മാർക്കും അതിനുശേഷം BCom വിത്ത് CA ആണ് അവൾ എടുത്തിരിക്കുന്നത്. BComന് കിട്ടിയ മാർക്കിനെ കുറിച്ചും കൊച്ചു തന്നെ പറയുന്നതാണ്. എൻ്റെ പേര് അലിൻഡ. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ BCom വിത്ത് CA ചെയ്യാണ്. അപ്പം +2 തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ നന്നായിട്ട് പോയി. പക്ഷേ പകുതി ആയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്കൂളിലെ പ്രോഗ്രാമുകളെല്ലാം വന്ന് എൻ്റെ കുറേ ക്ലാസ്സുകൾ മിസ് ചെയ്തു. അന്നേരം അതെനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു സ്റ്റഡീസിനെ പറ്റി. പിന്നെ എക്സാം അടുത്ത് ഒരു മാസമൊക്കെ ആയി മോഡൽസ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇത്രയും കാലത്തെ മാർക്കൊക്കെ വെച്ച് ടീച്ചേഴ്സിനാണേലും പേരൻസിനാണേലും കൂടെ പഠിക്കുന്നവർക്കാണെങ്കിലും എന്നെക്കാട്ടിലും ഭയങ്കര പ്രതീക്ഷയാണ്. ഞാൻ ഇവിടെ തോറ്റു പോകുന്നുള്ള അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പം ഈ എക്സാമിന് ഒരു മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർക്കുകളൊക്കെ വളരെ കുറവാണ്. ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞാലും അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഫൈനലിൽ എത്തുമ്പോൾ ഞാൻ റാങ്ക് എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഈ പ്രതീക്ഷ തന്നെ എനിക്ക് ടെൻഷൻ കൂട്ടി.
പിന്നെ അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഒരു പെർസെൻറ്റേജ് വെച്ച് ഇടാൻ തുടങ്ങി. അങ്ങനെ എക്സാം തീരുന്നോടം വരെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാമിന് ഇത്ര പെർസെൻറ്റേജ് വെച്ച് തരികയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാമെന്നും മാതാവിന് നേർന്നായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് കൃപാസനത്തിലെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിനും പൊയ്ക്കൊണ്ടിരുന്നത്. കാശുരൂപം കൈ പിടിച്ചിട്ടാണ് എക്സാം എഴുതിയതും. എക്സാം എഴുതി കഴിഞ്ഞിട്ട് കാശുരൂപം വെച്ച ആ പേപ്പറിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ പിന്നീട് കറക്റ്റ് ചെയ്യുന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ സ്കൂളിൽ തന്നെ 3rd റാങ്കിൽ വന്ന് എനിക്ക് +2 മാർക്ക് കിട്ടി. പിന്നെ ഞാനിവിടെ ക്രൈസ്റ്റിൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമാണ്. എക്സാമിന് എനിക്ക് ലോയും ഇക്കണോമിക്സും 2 ഭയങ്കര പാടുള്ള വിഷയങ്ങളാണ്. എനിക്ക് ഒന്നും മനസ്സിലാകാത്ത 2 വിഷയങ്ങളാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ചാപ്റ്ററിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. അപ്പം ഈ 2 സബ്ജക്റ്റും പെർ സബ്ജക്റ്റിന് ഞങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ തോക്കാനായിട്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയായിരുന്നു. കാരണം എൻ്റെ തലയിലോട്ടൊന്നും കയറുന്നില്ലായിരുന്നു. പിന്നെ എക്സാം ആയപ്പോൾ രാവിലെ എന്ത് എഴുതണമെന്ന് പോലും അറിയാതെ ഞാൻ എക്സാം ഹാളിൽ ചെന്നിരിക്കുകയായിരുന്നു. പരീക്ഷ തീരാനായിട്ട് 1 മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നു, വളരെ സങ്കടത്തോടെ. എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ഞാൻ കാശുരൂപമായിട്ടാണ് പോയത്. രാവിലെ എണ്ണ തേച്ചിട്ടൊക്കെയാണ് പോയത്. ആ കാശുരൂപം ആ ആൻസർ ഷീറ്റിൽ വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വന്നു. വിശ്വാസപ്രമാണം ചൊല്ലി സബ്മിറ്റ് ചെയ്തു പേപ്പർ. വീണ്ടും ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ പിള്ളേരെല്ലാം ഇരുന്ന് എഴുതുവാണ്. എനിക്ക് മാത്രം ഒന്നും എഴുതാനില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. വെളി വന്ന് വളരെ സങ്കടത്തോടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ റിസൾട്ട് വരുമ്പോഴൊക്കെ ഞാൻ എന്നും വീട്ടിൽ വിളിച്ച് പറയായിരുന്നു, മിക്കവാറും തോറ്റു പോകുമായിരിക്കും, 700 രൂപ റെഡിയാക്കി വെച്ചോ, സപ്ലിമെൻ്ററി എക്സാം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ഫീസിൻ്റെ 10% കൊടുക്കേണ്ടിയൊക്കെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 2 സബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ തോക്കുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങളൊരു 10 വർഷമായിട്ട് വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കാറില്ല. എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമാണ് ഞങ്ങളുടെ വിശുദ്ധ കുർബാന മുടങ്ങാറുള്ളത്. എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു കടയാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാനും കൊന്തെത്തിക്കാനും. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കടയായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഒരു എക്സ്ട്രാ ലാഭം ഞങ്ങൾ ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. എക്സ്ട്രാ ലാഭം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കൂടുതലായിട്ട് 1 രൂപ പോലും ഞാൻ എടുക്കാറില്ല. അഥവാ ആരുടെയെങ്കിലും എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അറിയാതെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ച് ഞാനത് തിരിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചാലും ഞങ്ങൾ ചെയ്യും. അടുത്ത ദിവസം തന്നെ ഒരു കുഞ്ഞിനെ അഡ്മിഷന് പൈസ ഇല്ല, ചേർക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിന് തന്നെ ഈ മാർച്ചിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാകണം അടുത്ത സെമസ്റ്റർ അടയ്ക്കണം. അത് തന്നെ എങ്ങനെയെന്ന് നമുക്ക് മുന്നിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഫീസ് ഞാൻ അടച്ചോളാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ ഇന്ന് അടയ്ക്കേണ്ടതായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ അടയ്ക്കാതെ അടുത്ത ദിവസം ഞങ്ങളത് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ നല്ല ഒരു ഇഷ്ടമാണ് ഈ ഉടമ്പടി തുടങ്ങിയതിൽ. പിന്നെ അമ്മ നല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കുടുംബത്തോടെ നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3:19. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. മേഴ്സി ചാക്കോ എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, 2 മക്കൾ, വലിയ സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ ലഭിച്ച വലിയ നന്മകളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്നുണ്ട് 12 തവണ ഉടമ്പടി പുതുക്കിയെന്നത്. ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുള്ള ജീവിതത്തെയാണ് അതിലൂടെ ഈ കുടുംബം വെളിപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ എന്തുമാത്രം അമ്മ മാതാവിൽ ശരണപ്പെടുന്നു, എത്ര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ആ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അനുദിന ദിവ്യബലിയിലും ആത്മീയ ജീവിതത്തിലും എപ്പോഴും ഏറ്റവും ശ്രദ്ധയോടെ സ്വയം സമർപ്പിക്കുവാനും കുടുംബത്തിലെല്ലാവരെയും ചേർത്ത് സമർപ്പിക്കുവാനും നിരന്തരം ശ്രദ്ധിക്കുന്നു. അതിനെയാണ് ആദ്യ വാക്കുകളിൽ സഹോദരി പങ്കുവയ്ക്കുവാൻ ശ്രമിച്ചത്. പിന്നീട് സൂചിപ്പിച്ചത് മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. മകൾക്കുണ്ടായ ശാരീരികമായ വൈയായികകളിൽ 2 തവണയായി വന്ന രോഗാവസ്ഥകളിലും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും
അമ്മ മാതാവിനുള്ള നിരന്തരമായ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയിലൂടെയും അവിടെ പ്രദേശത്ത് നല്ല ആശുപത്രികൾ ഇല്ലാതിരുന്നത് കൊണ്ട് പെട്ടെന്ന് തുടർച്ചയായുണ്ടായ വയറുവേദന അത് എന്തെന്നറിയാതെ ഒരു നല്ല ആശുപത്രിയിലേക്ക് തക്ക സമയത്ത് എത്തിച്ചേർക്കുവാനും അത് ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിൽ ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള രോഗാവസ്ഥ അപ്പൻഡിസൈറ്റിസിൻ്റെത് അത് തക്ക സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് നീക്കി പൂർണ്ണ ആരോഗ്യം മകൾക്ക് ലഭിക്കുവാനും ഒക്കെ ദൈവം അമ്മ മാതാവിലൂടെ ഒരുക്കിയ വഴികളെ കുടുംബം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് നന്ദി പറയുന്നുണ്ട്. +2 പരീക്ഷ എഴുതുന്ന നാളുകളിൽ മകൾ മറ്റെല്ലാ കാര്യങ്ങളിലും വ്യാപൃതയായിരുന്നതുകൊണ്ട് സ്കൂളിൻ്റെ ലീഡറും മറ്റെല്ലാ കായിക ഇടങ്ങളിലും സ്കൂളിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേർന്നിരുന്നത് കൊണ്ട് ഒത്തിരി ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടതും പഠനത്തിൽ പിന്നോക്കം പോയോ എന്ന് ഏറെ ആശങ്കയോടെ പരിഭ്രമിച്ചിരുന്നുവെങ്കിലും അമ്മ മാതാവ് ആ പഠനത്തിൻ്റെ പരീക്ഷാ അവസരങ്ങളിൽ പ്രത്യേകമായി സഹായിക്കുകയും മികച്ച വിജയം നൽകി 3ാം റാങ്ക് നൽകി സ്കൂളിലെ ടോപ്പ് സ്കോററായി അത് പഠനം പൂർത്തീകരിക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തതിനെ സന്തോഷത്തോടു കൂടി കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. CA പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി ബാംഗ്ലൂർ പോയതും ഒന്നും അറിയാതെ ചെന്ന ഇടത്ത് അവിടെ ഒരു വൈദികൻ്റെ സഹായത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടതും അത് 27 ഒരക്കം പ്രാർത്ഥനാ നിമിഷങ്ങളിൽ അമ്മ മാതാവ് തോന്നിച്ചു കൊടുത്തത് മക്കളുടെ വിശ്വാസത്തിന് വേണ്ടി അത് എഴുതി വെപ്പിച്ചതും ആപ്ലിക്കേഷൻ കൊടുത്തത് ഒരു 27-ന്, അഡ്മിഷൻ എടുക്കുന്നത് മറ്റൊരു 27-ന്, ക്ലാസ് തുടങ്ങുന്നത് വേറെ ഒരു 27-ന്, അങ്ങനെ ഏതാണ്ട് 4 തവണയായിട്ട് മാർച്ച് 27, ഏപ്രിൽ 27, ജൂൺ 27 എന്നിങ്ങനെ ഓരോരോ മാസവും ആ 27 അമ്മ മാതാവ് സന്ദേശം കൊടുത്ത തീയതികളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആ CAയുടെ അഡ്മിഷൻ കിട്ടിയതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കം നമ്മുടെ മനസ്സിലേക്ക് അമ്മ മാതാവ് തെളിയിച്ചു തരുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയത്തിനുമേലുള്ള തൻ്റെ അധികാരത്തെയും സ്വാധീനത്തെയുമാണ് നമുക്കെപ്പോഴും വെളിപ്പെടുത്തി തരിക. അതിൻ്റെ സന്തോഷവും സ്നേഹവുമാണ് ഈ കുടുംബം വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ചെന്നിരിക്കുമ്പോൾ 2 ഏറ്റവും ഗൗരവമുള്ള പ്രയാസമേറിയ 2 വിഷയങ്ങൾ മകൾക്കുള്ളത് ലോയെക്കുറിച്ചും എക്കണോമിക്സിനെക്കുറിച്ചും. മറ്റെല്ലാവരും നന്നായി എഴുതുമ്പോഴും തനിക്കധികമൊന്നും എഴുതാൻ ഇല്ലാതെ അറിയാവുന്നതൊക്കെ എഴുതി വെച്ച് പരിശുദ്ധമായ ഉടമ്പടി കാശുരൂപം ആ ഉത്തരക്കടലാശരൂപങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ച് അമ്മ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ട് തോറ്റാൽ 700 രൂപ ഫൈനടയ്ക്കുവാൻ തയ്യാറാകണമെന്ന് വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നു. എങ്കിലും പ്രത്യാശയുള്ള പ്രാർത്ഥന നമുക്കെപ്പോഴും അനുഗ്രഹമായി ഭവിക്കും. സംശയിക്കുമ്പോൾ നമുക്കത് പലപ്പോഴും കരഗതമാവാതെ പോവുകയും ചെയ്യും. മകളുടെ പ്രത്യാശയുള്ള പ്രാർത്ഥന ആ ക്ലേശകരമായ വിഷയങ്ങളെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിക്കുവാൻ സാധിച്ചതിന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ കുടുംബത്തിലുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. കുടുംബം ഒരുമിച്ച് കഴിഞ്ഞ 10 വർഷമായി ദിവ്യബലിയിൽ പങ്കുചേരുന്നു എന്നത് ആ കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. അന്യായമായി യാതൊന്നും കൈപ്പറ്റാതെ കച്ചവടത്തിൽ പുലർത്തുന്ന നീതിബോധം, മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം, ജീവിതത്തിൽ പുലർത്തുന്ന അച്ചടക്കം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, അതൊക്കെയും പക്വതയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളാണ്. കുടുംബം ഒരുമിച്ച് ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഓരോ കുടുംബത്തിനും ഇതൊരു മാതൃകയാണ്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുടുംബത്തിലെല്ലാവരെയും അത് ശുദ്ധീകരിക്കുന്നു. കുടുംബത്തിലെല്ലാവർക്കും അത് ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകുന്നു. കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ കൂടുതൽ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഊർജമായി അത് മാറുകയും ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളും കൂടുതൽ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൃപാസനം അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.